അത് പറഞ്ഞുകൊണ്ട് സന ചിത്രയുടെ കൈ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. ചിത്രയും തൻ്റെ ബാഗെടുത്ത് അവൾക്ക് പുറകെ നടന്നു. പെട്ടെന്നാണ് മുൻപിൽ നിൽക്കുന്ന ആളിൽ അവളുടെ കണ്ണുകൾ ഉടക്കിയത്. അബി സർ. ചിത്ര പറഞ്ഞപ്പോഴാണ് അവിടെ നിൽക്കുന്ന അബിയെ അവൾ കാണുന്നത്. അവരെ നോക്കിക്കൊണ്ട് കുറച്ച് മാറി നിൽക്കുവാണവൻ. തങ്ങൾ പറഞ്ഞതെല്ലാം അവൻ കേട്ടിട്ടുണ്ടെന്ന് വ്യക്തമാണ്. കാറിലേക്ക് കയറ്. രണ്ടുപേരെയും നോക്കി അത് മാത്രം പറഞ്ഞതിന് ശേഷം അബി കാറിനടുത്തേക്ക് നടന്നു. അവരെ ഒന്ന് നോക്കിയതിനു ശേഷം രണ്ടുപേരും ലഗേജും എടുത്ത് വേഗം അവൻ്റെ പുറകെ നടന്നു. കാറ് സ്റ്റാർട്ട് ചെയ്ത് അബി അവരെ നോക്കിയ ഉടനെ തന്നെ രണ്ടുപേരും കാറിനകത്തേക്ക് കയറി. ഒന്നും മിണ്ടാതെ മുൻപോട്ട് ഡ്രൈവ് ചെയ്യുവാണ് അബി. അവനെ തന്നെ നോക്കിയിരിക്കുവാണ് രണ്ടുപേരും. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിലും എന്താണെന്നറിയില്ല. അവനെ കണ്ടാൽ പിന്നെ സനയ്ക്ക് നാവ് പൊന്തില്ല. കിഷോറാണെങ്കിൽ സന വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറയുമായിരുന്നു. പക്ഷേ അബി അല്പം അപകടകാരിയാണെന്ന് അവൾക്കറിയാം. ഇടയ്ക്ക് സന ചിത്രയെ തട്ടിക്കൊണ്ട് അവനോട് ചോദിക്കുന്ന ആംഗ്യം കാണിക്കുന്നുണ്ട്. എന്നാൽ അവളത് കേൾക്കാത്തതുപോലെ ഇരിപ്പാണ്. അല്പസമയത്തിനു ശേഷം ഒരു ഫ്ലാറ്റിന് മുൻപിൽ കാറ് നിന്നതും അബി അവരെ ഒന്ന് നോക്കി. അതിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ രണ്ടുപേരും വേഗം കാറിൽ നിന്ന് ഇറങ്ങി. അവൻ്റെ പോക്കറ്റിൽ നിന്നൊരു കീ എടുത്ത് ചിത്രയുടെ കയ്യിലേക്ക് കൊടുത്തു. ഫ്ലാറ്റ് നമ്പർ 12B സെക്യൂരിറ്റി കാണിച്ചു തരും. ഇനി ഇവിടെ താമസിച്ചാൽ മതി. സർ. സനയോ ചിത്രയോ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് അവൻ കാറ് റിവേഴ്സ് എടുത്ത് പോയിരുന്നു. മാഡം വരൂ, ഫ്ലാറ്റ് കാണിച്ചു തരാം. ശബ്ദം കേട്ട് പുറകിലേക്ക് തിരിഞ്ഞു നോക്കി അവർ കാണുന്നത് സെക്യൂരിറ്റിയെയാണ്. ഉടനെ സെക്യൂരിറ്റി അവരുടെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങി മുന്നോട്ട് നടന്നിരുന്നു. പിന്നെ ഒന്നും പറയാൻ നിൽക്കാതെ ചിത്രയും അയാളുടെ പുറകെ പോയി. അത്യാവശ്യം വലിയ 2 ബെഡ്റൂമും വിശാലമായ കിച്ചണും പിന്നെ ഒരു ഹാളും ഇതാണ് അബി അവർക്ക് വേണ്ടി റെഡിയാക്കി കൊടുത്ത ഫ്ലാറ്റ്. പോരാത്തതിനൊരു ചെറിയ കോമൺ ബാൽക്കണിയും അവിടെ ഒരു ടേബിളും 2 ചെറിയ ഇരിപ്പിടവുമുണ്ട്. ഇത്രയും ദിവസം ഇടുങ്ങിയ പോലെയുള്ള ആ ചെറിയ ഹോസ്റ്റൽ മുറിയിൽ കിടന്ന അവർക്ക് ഒരു ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം ഉള്ളതുപോലെയാണ് അവിടെ തോന്നിയത്. വന്ന് കയറിയ ഉടനെ ഫ്ലാറ്റിൻ്റെ അകം പരിശോധിക്കുന്ന തിരക്കിലാണ് സന. ഫ്ലാറ്റിനകമെല്ലാം നന്നായി നിരീക്ഷിച്ചതിന് ശേഷം രണ്ടുപേരും ഓരോ മുറി എടുത്തു. മുറിയിലേക്ക് ആവശ്യമായ ഫർണിച്ചർ മുതൽ കിച്ചണിലേക്ക് ആവശ്യമായ പാത്രങ്ങൾ വരെ എല്ലാം റെഡിയായിരുന്നു. പിന്നെ അത്യാവശ്യം വേണ്ട വീട് സാധനങ്ങളും പച്ചക്കറികളും സെക്യൂരിറ്റി കൊണ്ട് കൊടുക്കുകയും ചെയ്തു. ആദ്യം ചിത്രയും സനയും ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. എങ്കിലും അബി പറഞ്ഞേൽപ്പിച്ചതാണ് എന്നറിഞ്ഞപ്പോൾ തടസ്സമൊന്നും പറയാതെ വാങ്ങി വെക്കുമായിരുന്നു. പിന്നെ എല്ലാം ഒതുക്കി ഒന്ന് കുളിച്ച് റെസ്റ്റ് എടുത്തു. ഓഫീസ് അവധിയായതുകൊണ്ട് തന്നെ ലഞ്ച് കഴിച്ച് കോമൺ ബാൽക്കണിയിൽ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് സനയും ചിത്രയും. ഇന്നലെ ഓഫീസിൽ നിന്ന് ലേറ്റായത് മുതൽ ഇന്ന് കാലത്ത് അബി അവളെ ഹോസ്റ്റലിൽ ഇറക്കി വിട്ടതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ചിത്ര സനയോട് പറഞ്ഞു. എല്ലാം കേട്ടതിനു ശേഷം എന്തോ ചിന്തിച്ചിരിക്കുവാണ് സന. അപ്പോൾ നീ പറഞ്ഞു വരുന്നത് ഇന്നലെ ഒരു രാത്രി മുഴുവൻ നീ ആ വീട്ടിലുണ്ടായിരുന്നിട്ടും സാറിൻ്റെ റിലേറ്റീവ്സിന് ആരെയും കാണാൻ കഴിഞ്ഞില്ല എന്നാണോ? പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും സാർ നിന്നോടൊരു ഭർത്താവിൻ്റെ അധികാരം കാണിച്ചിരുന്നോ? എന്ത്? എടി, അതായത് നിന്നോട് അടുത്ത് പെരുമാറിയോ മറ്റോ? സന പറയാൻ വന്ന് നിർത്തിക്കൊണ്ട് ചിത്രയെ ഒന്ന് ഇടം കണ്ണിട്ട് നോക്കി. ഇല്ല. അപ്പോഴേക്കും സനയെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചിത്രയുടെ മറുപടി വന്നിരുന്നു. അതായത് സാറിന് നിന്നോട് പ്രത്യേകിച്ചൊരു താല്പര്യവുമില്ല. വെറുതെ വിദൂരതയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ സനയുടെ ചോദ്യത്തിനൊന്ന് മൂളുക മാത്രം ചെയ്തു ചിത്ര. ശരിക്കും എന്താണ് സാറിൻ്റെ മനസ്സിലെന്ന് കണ്ടുപിടിക്കണം. പക്ഷേ എത്രയൊക്കെ ചിന്തിച്ചിട്ടും എന്തിനു വേണ്ടിയാണ് സാറ് നിന്നെ മാരേജ് ചെയ്തത് എന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. സാറിൻ്റെ ഫാമിലിയെക്കുറിച്ച് ഓഫീസിൽ ആർക്കും ഒന്നും അറിയില്ല. പിന്നെയും എന്തെങ്കിലും അറിയാവുന്നത് കൃഷ്ണയ്ക്ക് മാത്രമാണ്. ഡിഗ്രി മുതൽ അവളുടെ സ്പോൺസർ അഭിസാറാണ്. പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദുർഗാദേവി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ സാറ് നടത്തിക്കൊണ്ടുവരുന്ന ട്രസ്റ്റ് മുഖേന കൃഷ്ണയെ പോലെ ഒരുപാട് പേർക്ക് വിദ്യാഭ്യാസവും ജോലിയും നൽകുന്നുണ്ട്. അതുകൂടാതെ അനാഥരായ സ്ത്രീകൾക്കും കുട്ടികൾക്കും സംരക്ഷണം നൽകുന്ന ഒരു ഓർഫനേജും സാറ് നടത്തുന്നുണ്ട്. ട്രസ്റ്റിനെ കുറിച്ചല്ലാതെ സാറിനെയോ സാറിൻ്റെ ഫാമിലിയെയോ കുറിച്ച് അവളിൽ നിന്ന് എന്തെങ്കിലും അറിയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സാറിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും രഹസ്യമാണ്. അത് സാറായി നമ്മളോട് പറയാതെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. സന പറയുമ്പോൾ അത് തികച്ചും സത്യമാണെന്ന് ചിത്രയ്ക്ക് തോന്നി. എന്നാൽ അപ്പോഴും അവളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നത് അവൻ്റെ ചിത്രമായിരുന്നു.
എപ്പോഴും ഗൗരവം മാത്രം നിറഞ്ഞു നിൽക്കുന്ന ആ മുഖത്ത് ഇതുവരെ തനിക്ക് വേണ്ടി ഒരു പുഞ്ചിരി പോലും വിരിഞ്ഞിട്ടില്ല എങ്കിലും ആ വ്യക്തിയിൽ നിന്ന് തനിക്ക് ലഭിച്ചിട്ടുള്ള സംരക്ഷണവും കരുതലും ഓരോ നിമിഷവും അയാളിലേക്ക് അവളെ അടിമപ്പെടുത്തുകയായിരുന്നു. അതിനേക്കാളെല്ലാം ഉപരി തൻ്റെ അധ്വാനത്തിൽ നിന്നൊരു പങ്ക് മറ്റുള്ളവർക്ക് വേണ്ടി, പാവങ്ങൾക്കൊരാശ്രയം നൽകുന്നതിന് വേണ്ടി മാറ്റിവെക്കുന്ന അവൻ്റെ ആ വലിയ മനസ്സിനോട് അവൾക്ക് വല്ലാത്ത ബഹുമാനവും ഇഷ്ടവും തോന്നി. അടുത്ത ദിവസം രാത്രി 5 സ്റ്റാർ ഹോട്ടൽ വെച്ച് നടത്തുന്ന വലിയ സക്സസ് പാർട്ടിയിലേക്ക് വേണ്ട ഓരോ കാര്യങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ ചന്ദ്രു തൻ്റെ PA ആയ സൂരജിന് നൽകിക്കൊണ്ടിരിക്കുകയാണ്. വേണ്ട നിർദ്ദേശങ്ങളെല്ലാം സൂരജിന് നൽകിയതിന് ശേഷമാണ് ചന്ദ്രുവിനെ അവൻ്റെ ഓഫീസിലേക്ക് പോകേണ്ടത്. കൃത്യം 9 മണിക്ക് അവൻ ഓഫീസിലേക്ക് തിരിക്കാനാണ് പതിവ്. പക്ഷേ ഇന്ന് സുഭദ്രാമ അവിടെ ഇല്ലാത്തത് കൊണ്ട് അവൻ്റെ ദിനചര്യങ്ങളെല്ലാം ആകെ കുഴങ്ങിക്കിടക്കുവാണ്. അല്ലെങ്കിലും കുട്ടിക്കാലം മുതലേ ചന്ദ്ര വളർന്നത് അമ്മ മോനായിട്ടാണ്. അവൻ്റെ സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം ആ ഒരാളെ ചുറ്റിപ്പറ്റിയാകും. സൂരജിന് നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തതിനു ശേഷം തൻ്റെ മുറിയിലേക്ക് കയറി ബെഡിലിട്ടിരിക്കുന്ന ഫോൺ കയ്യിലേക്ക് ഇരുത്തതും ഒരു നിമിഷം അവൻ്റെ കണ്ണാ ജനൽ പാളിയിലേക്ക് പോയി. അത്രയേറെ അവൻ ഇഷ്ടപ്പെട്ട, അവൻ കാണാൻ കൊതിക്കുന്ന അവളുടെ സാമീപ്യം അവിടെയില്ല എന്നറിഞ്ഞതും ഒന്ന് ശ്വാസം ആഞ്ഞെടുത്തതിനു ശേഷം ഓഫീസിലേക്ക് പോയി. പക്ഷേ അപ്പോഴും അവൻ്റെ ഹൃദയം അവൾക്ക് വേണ്ടി തുടിച്ചുകൊണ്ടിരുന്നു, അവൻ്റെ മാത്രം കൃഷ്ണയ്ക്ക് വേണ്ടി. തലയെടുപ്പോടു കൂടി ഉയർന്നു നിൽക്കുന്ന മഹാദേവന്റെ ശില്പത്തിലേക്ക് സുഭദ്ര വേദനയോടെ നോക്കി. 2 കണ്ണുകളും അടച്ച് കൈകൂപ്പി നിന്ന് ആ വിഗ്രഹത്തിന് മുൻപിൽ വണങ്ങുമ്പോൾ അവരുടെ മനസ്സ് ഓരോ നിമിഷവും കുറ്റബോധം കൊണ്ട് നീറിപ്പുകയുകയായിരുന്നു. എൻ്റെ പരമശിവ, എൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ടിട്ട് ഇന്നേക്ക് 22 വർഷങ്ങൾ. ചെയ്തു പോയ തെറ്റുകളൊന്നും എനിക്ക് തിരുത്താൻ കഴിയില്ല. പക്ഷേ ഞാൻ ചെയ്തു പോയ തെറ്റിൻ്റെ പേരിൽ എൻ്റെ കുഞ്ഞുങ്ങൾ ശിക്ഷ അനുഭവിക്കാനുള്ള ഇടവരരുതേ. പകരം അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റിന് ആ കാല് പിടിച്ച് മാപ്പ് ചോദിക്കാനുള്ള ഒരവസരം എനിക്ക് തരണേ. ഹൃദയം പൊള്ളിപ്പിടയുന്ന വേദനയിൽ അവരുടെ കണ്ണ് നിറഞ്ഞൊഴുകിയിരുന്നു. പക്ഷേ അവരുടെ മനസ്സ് അങ്ങേയറ്റം വേദനിച്ചതും പശ്ചാത്താപിച്ചതും അവരെ ഓർത്തായിരുന്നു. ദുർഗാദേവിയെയും അവരുടെ മകൻ അഭിമന്യുവിനെയും ഓർത്ത് കണ്ണുകളടച്ചൊന്നുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ നിറഞ്ഞു നിന്നത് അഭിമന്യു ആയിരുന്നു. അവൻ്റെ ജീവിതവും സന്തോഷവും സമാധാനവും ഇനിയൊരു നഷ്ടം കൂടെ അവന് കൊടുക്കരുതേ എന്ന്. പതിവ് പോലെ പൂജാരിക്ക് അർച്ചനയ്ക്കുള്ള പണവും കൊടുത്ത് അഭിയുടെ പേരിൽ ഒരു ശത്രു സംഹാര പൂജയും നടത്തി അമ്പലത്തിന് വെളിയിലേക്ക് ഇറങ്ങി. കല്ലുകൊണ്ട് നിർമ്മിച്ചൊരു പുരാതന ശിവക്ഷേത്രമാണത്. അതുകൊണ്ട് തന്നെ ഒരു 30 പടിയെങ്കിലും കയറിയാൽ മാത്രമേ അവിടേക്ക് തൊഴാൻ കഴിയൂ. മനസ്സിൻ്റെ ഭാരം കൊണ്ട് അന്ന് സുഭദ്ര ഒന്നും കഴിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സുഭദ്രയ്ക്ക് തല ചെറുതായി കറങ്ങുന്നത് പോലെ തോന്നി. പക്ഷേ അത് കാര്യമാക്കാതെ സുഭദ്ര ഓരോ പടികൾ ഇറങ്ങിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് വെച്ച് കാല് ഒന്ന് ഇടറിയതും 2 കൈകൾ അവരെ താങ്ങി നിർത്തിയിരുന്നു. അത് മനസ്സിലാക്കിയ സുഭദ്ര തല ഉയർത്തി നോക്കിയപ്പോൾ കാണുന്നത് അവരെ പിടിച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടിയെയാണ്. കാണാൻ ഐശ്വര്യം തോന്നിക്കുന്ന ചെറിയ മുഖവും കുഞ്ഞു ഭംഗിയുള്ള കണ്ണുകളും ഒറ്റ നോട്ടത്തിൽ തന്നെ ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സുന്ദരി. തൻ്റെ മുൻപിൽ നിൽക്കുന്ന സ്ത്രീയെ ചിത്രയും നോക്കി കാണുകയായിരുന്നു. നല്ല ഭംഗിയുള്ള വട്ടമുഖവും വെളുത്ത തുടുത്ത ഒരു സുന്ദരി അമ്മ. കണ്ടാലൊരു 45 വയസ്സ്, അതിലപ്പുറം പറയില്ല. ഒന്നുമില്ല മോളെ, കാലൊന്ന് ഡെറിയതാ. അത് പറയുന്നതിനോടൊപ്പം ചിത്രയിൽ നിന്ന് മാറി നിന്നിരുന്നു സുഭദ്ര. എന്നാൽ അവരെ അതിനനുവദിക്കാതെ അവരുടെ വലത്തെ കൈയിലേക്ക് ചിത്ര തൻ്റെ 2 കൈകളും ചേർത്തു വെച്ചു. അമ്മയുടെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്, ഞാൻ വീട്ടിലേക്ക് ആക്കി തരണോ? വളരെ കരുതലോട് കൂടിയ അമ്മയുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കുമ്പോൾ ഇതുവരെ താൻ അറിയാത്ത, തൻ്റെ ഓർമ്മയിൽ ഒരിക്കൽ പോലും വന്നിട്ടില്ലാത്ത അമ്മയായിരുന്നു അവളുടെ മനസ്സ് നിറയെ. ഒരു നിമിഷം അവളുടെ മുഖത്ത് കാണുന്ന കരുതലിനും വാത്സല്യത്തിനും സുഭദ്രയുടെ മനസ്സും ഒന്ന് കുളിർന്നു. വേണ്ട മോളെ, കാറിലാ വന്നത്, ഡ്രൈവറുണ്ട് കൂടെ. എന്നാൽ കാറിനടുത്ത് വരെ ഞാൻ ആക്കിത്തരാം. സുഭദ്രാമ എന്തെങ്കിലും മറുപടി കൊടുക്കുന്നതിന് മുൻപ് പതിയെ അവരുടെ കൈ പിടിച്ച് പടികൾ ഓരോന്നായി ഇറങ്ങി തുടങ്ങിയിരുന്നു ചിത്ര. എന്തുകൊണ്ടോ അവളെ എതിർക്കാൻ സുഭദ്രാമയ്ക്കും തോന്നിയില്ല. ചിത്ര തന്നെ സുഭദ്രാമയുടെ കൈ പിടിച്ച് കാറിലേക്ക് ഇരുത്തി. അവസാനം അവരെ ശ്രദ്ധിക്കാൻ ഡ്രൈവറെ പറഞ്ഞേൽപ്പിച്ചിട്ടാണ് അവൾ അമ്പലത്തിലേക്ക് തൊഴാൻ പോയത്.
ഇന്ന് കാലത്ത് മുതൽ മനസ്സിന് വല്ലാത്ത അസ്വസ്ഥത തോന്നിയത് കൊണ്ടാണ് ഓഫീസിൽ പോകുന്നതിന് മുൻപ് ഒന്ന് അമ്പലത്തിൽ പോകണമെന്ന് ചിത്രയ്ക്ക് തോന്നിയത്. ഇന്നിനി ഓഫീസിൽ പോകുമ്പോൾ അവളെ കാത്ത് സന്ദീപ് മുൻപിൽ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് അവനെ ഭയന്ന് ഓഫീസിൽ പോകാതിരിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ തന്നെ എത്ര നാൾ അങ്ങനെയിരിക്കും? എല്ലായ്പ്പോഴും അഭിസാർ വന്ന് രക്ഷിക്കുമെന്ന് കരുതിയിരിക്കാൻ കഴിയില്ലല്ലോ. 1 വർഷം കഴിഞ്ഞാൽ അവസാനിക്കാൻ പോകുന്ന വെറും ഒരു എഗ്രിമെൻ്റ് ആണല്ലോ ഞാൻ. ഇതൊക്കെ സ്വയം മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ അവനിലേക്ക് അടുക്കുന്ന തൻ്റെ മനസ്സിനെ എങ്ങനെയും അടക്കി നിർത്തുക എന്നുള്ള ഉദ്ദേശം മാത്രമായിരുന്നു അവളിൽ. ഇങ്ങനെയെല്ലാം ചിന്തിച്ചു പടികൾ കയറുമ്പോഴാണ് എതിരെ വരുന്ന അമ്മയുടെ ഇടറുന്ന കാലുകൾ അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഓടിച്ചെന്ന് അവരെ ചേർത്ത് പിടിക്കുമ്പോൾ ഞാൻ കാണാത്ത എൻ്റെ അമ്മയുടെ മങ്ങിയ ചിത്രമായിരുന്നു തൻ്റെ മനസ്സ് നിറയെ. എന്തോ വല്ലാത്തൊരടുപ്പും ആ അമ്മയോട് തോന്നി. ചിന്തകൾക്കൊടുവിൽ അവൾ മഹാദേവ ക്ഷേത്രത്തിലേക്ക് കയറി. കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് പാവങ്ങൾക്ക് രക്ഷകനാവുന്ന അവൻ്റെ കരങ്ങൾക്ക് ശക്തി നൽകണമെന്നും തൻ്റെ മനസ്സർഹതയില്ലാത്തതൊന്നും ആഗ്രഹിക്കരുത് എന്നും ഒരേ സമയം അവൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു ഫ്ലാറ്റിലേക്ക് പോകുമ്പോൾ അവളെ കാത്ത് സന പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവളിൽ നിന്ന് ബാഗ് വാങ്ങി ഓഫീസിലേക്ക് നടന്നു. ഫ്ലാറ്റ് ഓഫീസിനടുത്തായതുകൊണ്ട് 2 പേരും നടന്നാണ് പോകുന്നത്. കൃത്യസമയത്ത് ഓഫീസിലെത്തിയതും പഞ്ച് ചെയ്തവർ അകത്തേക്ക് കയറി. വർക്കിലേക്ക് കടന്ന് കുറച്ച് കഴിഞ്ഞതും അതുവഴി പോകുന്ന അബിയെ കണ്ട് പതിവ് പോലെ ചിത്രയും സനയും എഴുന്നേറ്റു നിന്നു. പക്ഷേ പതിവിന് വിപരീതമായി അവളുടെ ഹൃദയം ഇന്ന് വേഗത്തിൽ ഇടിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ടാവണം കുറച്ചു നേരം അവൻ പോയ വഴിയെ തന്നെ നോക്കി നിന്നത്. ചിത്ര, സത്യത്തിൽ തല തട്ടി വിളിച്ചപ്പോഴാണ് അവൾ സ്വബോധത്തിലേക്ക് വരുന്നത് പോലും. തൻ്റെ ക്യാബിനിലേക്ക് നടന്നു പോകുന്ന അബിയിൽ നിന്ന് അവളുടെ കണ്ണുകൾ അടർത്തി മാറ്റിയതിനു ശേഷം ചിത്ര തൻ്റെ സീറ്റിലേക്ക് ഇരുന്ന് ജോലി തുടർന്നു. ഒരു നിമിഷം അവളെയും അവളുടെ പ്രവൃത്തികളെയും സംശയത്തോടുകൂടി ഒന്ന് നോക്കിയതിനു ശേഷം സനയും തൻ്റെ ജോലിയിലേക്ക് കടന്നു. എങ്കിലും തൻ്റെ ജോലിയിലൊന്നും ശ്രദ്ധ പതിപ്പിക്കാൻ കഴിയാതെ ആയതുകൊണ്ട് അസ്വസ്ഥതയോടെ ചിത്രയുടെ കണ്ണുകൾ തനിക്കടുത്തിരിക്കുന്ന സനയിലേക്ക് പോയി. എന്നാൽ അതിനു മുൻപ് അവളുടെ കണ്ണുകൾ ഉടക്കിയത് കുറച്ച് മാറി നിന്ന് അവളെ തന്നെ നിരീക്ഷിക്കുന്ന സന്ദീപിലേക്കാണ്. അങ്ങേയറ്റം വെറുപ്പോടെയും ദേഷ്യത്തോടെയും അവനിൽ നിന്നും തൻ്റെ കണ്ണുകൾ അറത്തി മാറ്റുമ്പോൾ തലേന്ന് രാത്രി തൻ്റെ കയ്യോളം എത്തി നഷ്ടപ്പെട്ടു പോയി ആ കിട്ടാക്കനെ നോക്കി വെള്ളമിറക്കുന്ന തിരക്കിൽ അതിൻ്റെ യഥാർത്ഥ അവകാശി ഇതെല്ലാം കാണുന്നുണ്ട് എന്ന് അവൻ അറിഞ്ഞില്ല. തൻ്റെ മുൻപിൽ തുറന്നു വെച്ചിരിക്കുന്ന ലാപ്പിലൂടെ കാണുന്ന ദൃശ്യങ്ങളിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണവൻ. ചിത്രയെ ചൂഴ്ന്നു നോക്കുന്ന സന്ദീപിൻ്റെ കണ്ണുകളെ കുത്തി പുറത്തെടുക്കാനുള്ള ദേഷ്യം തോന്നി അവന് ആ നിമിഷം. സ്വന്തം കൈ മുഷ്ടി ചുരുട്ടി പിടിക്കുമ്പോൾ ദേഷ്യം കൊണ്ട് അവൻ്റെ കണ്ണുകളിൽ ചുവപ്പ് പടർന്നിരുന്നു. പെട്ടെന്ന് അവൻ്റെ ക്യാബിൻ ഡോർ ആരോ ലോക്ക് ചെയ്യുന്ന ശബ്ദം കേട്ടതും അവൻ്റെ ശ്രദ്ധ അവിടേക്ക് പോയി. യെസ്, കമ്മിങ്. അനുവാദം കൊടുക്കുന്നതിനോടൊപ്പം ഒന്ന് ശ്വാസമെടുത്ത് തൻ്റെ സീറ്റിലേക്കൊന്ന് നേരെയിരുന്നു അബി. പെട്ടെന്ന് ക്യാബിൻ ഡോറ് തുറന്നകത്തേക്ക് വരുന്ന സന്ദീപിനെ കണ്ടതും അന്വേഷിച്ചതെന്തോ കണ്ടെത്തിയതുപോലെ അബിയുടെ കണ്ണൊന്ന് തിളങ്ങി. പക്ഷെ അത് സന്തോഷത്തിൻ്റെതായിരുന്നില്ല. അവനിൽ ഒളിഞ്ഞിരിക്കുന്ന അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന പൈശാചികതയായിരുന്നു. സർ, ഇതിലൊരു സൈൻ വേണമായിരുന്നു. തൻ്റെ മുൻപിലേക്കൊരു ഫയൽ നീട്ടിക്കൊണ്ട് പറയുന്നവനെ ഒന്ന് നോക്കിയതിനു ശേഷം അവൻ്റെ കയ്യിൽ നിന്ന് ഫയൽ വാങ്ങി അതിലേക്ക് സൈൻ ചെയ്തിരുന്നു അബി. ഇന്നലെ ഈവനിങ് സന്ദീപ് എവിടെയായിരുന്നു? ഗൗരവത്തോടെയുള്ള അവൻ്റെ ചോദ്യത്തിൽ ഒരു നിമിഷം സന്ദീപ് ഒന്ന് പതറി. പക്ഷേ അറിയില്ല. വളരെ വിദഗ്ധമായി മറച്ചുകൊണ്ടവൻ അബിയെ നോക്കി സംസാരിച്ചു തുടങ്ങി. ഇന്നലെ നല്ല മഴയല്ലേ സർ, അതുകൊണ്ട് എവിടെയും പോയില്ല, ഫ്ലാറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. അബിയെ നോക്കി അത് പറഞ്ഞു പൂർത്തിയാക്കുമ്പോൾ തൻ്റെ വാക്കുകളിൽ അവന് സംശയം തോന്നാതിരിക്കാൻ സന്ദീപ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ അതെല്ലാം വെറുതെയായിരുന്നു. അവൻ്റെ കണ്ണിൽ വീഴുന്ന ഭാവത്തിൽ നിന്നു തന്നെ അവൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നത് എന്താണെന്ന് അബി മനസ്സിലാക്കിയിരുന്നു. എന്ത് സർ? നത്തിങ്. തന്നെ നോക്കി ചോദിക്കുന്ന സന്ദീപിന് മറുപടി കൊടുത്ത് അവൻ്റെ ശ്രദ്ധ വീണ്ടും തൻ്റെ മുൻപിലിരിക്കുന്ന ലാപ്പിലേക്ക് പോയി. ഒരു നിമിഷം സംശയത്തോടെ അബിയെ ഒന്ന് നോക്കിയതും ശേഷം സന്ദീപ് ഡോറ് തുറന്ന് പുറത്തേക്ക് പോയി. എന്നാൽ അവനെ നോക്കി അബി ക്രൂരമായി ഒന്ന് ചിരിച്ചു. ഉച്ച കഴിഞ്ഞതും DD കമ്പനിയുടെ മുൻപിൽ ഒരു ബ്ലാക്ക് കളർ ബെൻസ് വന്ന് നിന്നു. അതിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ സുന്ദരനായ ചെറുപ്പക്കാരൻ. റിസപ്ഷനിലേക്ക് പോയി ചന്ദ്രു അഭിമന്യു ദുർഗാദേവിയെ കാണാനുള്ള അനുമതി വാങ്ങിയതിനു ശേഷം നേരെ അവൻ്റെ ക്യാബിനിലേക്ക് പോയി.
എന്നാൽ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റാഫിൻ്റെ ശ്രദ്ധ മുഴുവൻ അവനിലേക്കായിരുന്നു. ആരെയും ഒറ്റനോട്ടത്തിൽ ആകർഷിക്കാൻ കഴിയുന്ന അവൻ്റെ തലയെടുപ്പ് എല്ലാവരും നോക്കി നിന്നു. സ്ത്രീകളെല്ലാവരും അവൻ്റെ ഭംഗി ആസ്വദിക്കുമ്പോൾ പുരുഷന്മാർ അവനെ തന്നെ നോക്കി നിന്നു. ആ സമയം സനയുടെ ഉള്ളിലെ കോഴിക്കുഞ്ഞും ഉണർന്നിരുന്നു. എന്നാൽ താൻ മുൻപിൽ കാണുന്ന കാഴ്ച വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുകയാണ് കൃഷ്ണ. ചന്തുവേട്ടൻ. അറിയാതെ അവളിൽ നിന്ന് ആ പേര് വന്നതും അവളെ കടന്നു പോയിരുന്നു ചന്ദ്രു. ആരെയും ശ്രദ്ധിക്കാതെ അബിയുടെ ക്യാബിനിലേക്ക് പോയി ഡോറിൽ നോക്ക് ചെയ്യുമ്പോൾ അവനോട് പറയാനുള്ള കാര്യങ്ങൾ ഒന്നുകൂടി മനസ്സിൽ പറഞ്ഞുറപ്പുവരുത്തിയിരുന്നു ചന്ദ്രു.